നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഞാൻ പറയുന്ന ഒരു കിടിലൻ കഥയിലേക്ക് എന്റെ എല്ലാ ഫ്രണ്ട്സിനെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കഥ തുടങ്ങാം. എന്റെ പേര് റിയാസ്. ഞാൻ MBAക്ക് പഠിക്കുന്നു. എന്റെ വീട്ടിൽ ഞാനും എന്റെ ഉമ്മിച്ചായും ഒരനിയത്തിയും. ബാപ്പ കുവൈറ്റിലാണ്. അനിയത്തി ഡിഗ്രിക്ക് പഠിക്കുന്നു. അനിയത്തി ഉമ്മിച്ചായുടെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. കാരണം കുടുംബ വീടിനടുത്ത് തന്നെയാണ് അവളുടെ കോളേജ്. അതുകൊണ്ട് പോയി വരാനുള്ള സൗകര്യാർത്ഥമാണ് അവൾ അവിടെ നിൽക്കുന്നത്. അങ്ങനെ വീട്ടിൽ ഞാനും ഉമ്മിച്ചായി മാത്രമേ ഉള്ളൂ. ഒരു ദിവസം ഞാൻ രാവിലെ കോളേജിൽ പോകാനെല്ലാം റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഉമ്മിച്ച എന്നോട് പറഞ്ഞത്, മോനെ, ഉമ്മിച്ചായിക്ക് അടുത്ത ആഴ്ച ഒരു പരിപാടിയുണ്ട്. എന്തു പരിപാടിയാ ഉമ്മിച്ച? ഞാൻ ഉമ്മിച്ചായോട് ചോദിച്ചു. അതെ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴുള്ള ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി ഒരു കൂടിച്ചേരൽ. ഉമ്മിച്ച ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കൊള്ളാമല്ലോ ഉമ്മിച്ച. ഞാനത് പറഞ്ഞത് കേട്ട് ഉമ്മിച്ച എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരുപാട് പേരൊന്നുമില്ല, നാട്ടിലുള്ള കുറച്ചുപേര് മാത്രം. എവിടെ വെച്ചാ ഉമ്മിച്ച പരിപാടി? ഞാൻ ചോദിച്ചു. മോനെ, അത് എന്റെ കൂടെ പഠിച്ച സിസിലി ഇന്ന് വിളിച്ചു പറയാമെന്നാ പറഞ്ഞത്. അവളാ അതിന്റെ ഇൻചാർജ്. മിക്ക ആളുകളും പല സ്ഥലങ്ങളിലൊക്കെ അല്ലയോ. അപ്പോൾ ഉമ്മിച്ച പോകാൻ റെഡിയായിരിക്കുകയാണല്ലേ? പിന്നെ പോകണമടാ. വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച എല്ലാവരെയും ഒന്ന് കാണാമല്ലോ. അല്ല ഉമ്മിച്ച, അപ്പോൾ ഉമ്മിച്ചയുടെ പഴയ കാമുകനൊക്കെ വരുമായിരിക്കുമല്ലോ? ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാനും ഉമ്മിച്ചായും തമ്മിൽ ഭയങ്കര സോഷ്യലാണ്. എന്തും തുറന്നടിച്ച് ഞങ്ങൾ കൂട്ടുകാരെ പോലെ സംസാരിക്കും. ഇല്ലടാ, അവനിപ്പം ഗൾഫിലെങ്ങാണ്ടാ, ഉമ്മിച്ച ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനുണ്ടെങ്കിൽ ഉമ്മിച്ച പുതിയ ഒരെണ്ണത്തിനെ ഒപ്പിക്കണം കേട്ടോ. ഓടാ അവിടുന്ന്. ഈ പ്രായത്തിലാ ഇനി പുതിയ കാമുകൻ. ഉമ്മിച്ച ചെറിയ നാണത്തോടെയാണ് അത് പറഞ്ഞത്. ഉമ്മിച്ചയെ പോലെ മൊഞ്ചത്തിയായ ഒരു ഹൂറിയുടെ പുറകെ നടക്കാൻ എത്ര ചേട്ടന്മാര് കാണും ഉമ്മിച്ച. ഞാൻ ഉമ്മിച്ചയെ കളിയാക്കി. അപ്പോൾ ഉമ്മിച്ച എന്നെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, എന്നേക്കാൾ സുന്ദരനല്ലയോടാ നീ. അപ്പോൾ നിന്റെ പുറകെ നടക്കാനും മൊഞ്ചത്തിമാര് കാണുമല്ലോ. എന്റെ ഉമ്മിച്ച ഏതെങ്കിലും പെൺപിള്ളേർ ആമ്പിള്ളാരുടെ പുറകെ നടക്കുവോ? ആമ്പിള്ളാരല്ലേ പെൺപിള്ളാരുടെ പുറകെ നടക്കേണ്ടത്. ഞാൻ ഇതുവരെയും ആരുടെയും പുറകെ പോയിട്ടില്ല. അല്ല, ഉമ്മിച്ചയുടെ പരിപാടിക്ക് എന്നെ കൊണ്ടുപോകുവോ? പിന്നെ എന്റെ മോനില്ലാതെ ഈ ഉമ്മിച്ച എവിടെയെങ്കിലും പോകുമോടാ? അങ്ങനെ ഞാൻ യാത്രയും പറഞ്ഞ് കോളേജിലേക്ക് പോയി. അങ്ങനെ ഉമ്മിച്ചയുടെ ആഘോഷ പരിപാടികൾ നടക്കുന്ന ദിവസം എത്തി. ഞാനും ഉമ്മിച്ചായും കൂടി എന്റെ ബൈക്കിൽ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഉമ്മിച്ചായോട് ചോദിച്ചു, അല്ലുമ്മിച്ച, ഉമ്മിച്ചായ്ക്ക് ഇപ്പോൾ അവരെയൊക്കെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? അത് പിന്നെ അതിലുള്ള മിക്കവാറും പേര് വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിക്കാറുണ്ട്. ഞാൻ മൂളി. പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. എന്താ ഉമ്മിച്ച? അവിടെ എന്റെ കൂട്ടുകാരികൾ പലരും കാണും. അവരെ എന്റെ മോൻ ആവശ്യമില്ലാത്തടത്തൊന്നും ഒഴിഞ്ഞു നോക്കരുത്. എന്റെ മോന്റെ നോട്ടം ഈ ഉമ്മിച്ച കണ്ടിട്ടുള്ളതാ. ഉമ്മിച്ച ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉമ്മിച്ച അവിടുന്ന്. സ്ത്രീജനങ്ങളെ കാണുമ്പോൾ പുരുഷകേസരികൾ നോക്കും. തിരിച്ച് പുരുഷന്മാരെ കാണുമ്പോൾ സ്ത്രീജനങ്ങൾ ഒന്ന് നോക്കും. അതൊക്കെ ഒരു പ്രകൃതി നിയമമാ ഉമ്മിച്ച. ഉമ്മിച്ച മൂളി. അങ്ങനെ ഓരോ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. ഞാനും ഉമ്മിച്ചായും കൂടി പുറത്തേക്ക് പോകുമ്പോൾ പല പുരുഷന്മാരും ഉമ്മിച്ചായെ നോക്കി നിന്ന് വെള്ളമിറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ വരുന്നത് തന്നെ എന്റെ ഉമ്മിച്ചായെ ഒരു നോക്ക് കാണാനാണ്. അവന്മാർ മിക്കവാറും പറയും, നിന്റെ ഉമ്മിച്ചായെ കാണാൻ നല്ല മൊഞ്ചത്തിയാണെന്ന്. ഞാനത് കേട്ട് ചിരിക്കും. വീട്ടിൽ വന്നാൽ അവന്മാർ ഉമ്മിച്ചായുടെ പുറകിൽ നിന്ന് മാറത്തില്ല. ഉമ്മിച്ചായ്ക്കും അതൊക്കെ അറിയാം. ഞാൻ ഉമ്മിച്ചായോട് പറഞ്ഞിട്ടുണ്ട്, ഇവന്മാരൊക്കെ ഉമ്മിച്ചായെ കാണാനാണ് വരുന്നതെന്ന്. അത് കേൾക്കുമ്പോൾ ഉമ്മിച്ചായുടെ കണ്ണുകൾ വിടരും. എന്നിട്ട് പറയും, അവന്മാര് കണ്ടേച്ച് പോട്ടടാ മോനെ. ഇതൊക്കെ ചിരിച്ചുകൊണ്ടാണ് ഉമ്മിച്ച പറയുന്നത്. എനിക്കും ഉമ്മിച്ചായെ ഭയങ്കര ഇഷ്ടമാണ്. പലരും പറയുന്നത് കേട്ട് എനിക്ക് ഉമ്മിച്ചായോട് എന്തോ പോലൊക്കെയാണ്. ഓരോരുത്തർ നോക്കുന്നതൊക്കെ കാണുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഉമ്മിച്ച എപ്പോഴും അരയ്ക്കൊപ്പമുള്ള മുടി പിന്നിട്ടേക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇതാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ സാരിയൊക്കെ ഉടുത്തു നിൽക്കുന്ന ഉമ്മിച്ചയുടെ സൈഡ് വ്യൂവിലേക്കൊക്കെ ഞാൻ നോക്കും. ഇത് കാണുന്ന ഉമ്മിച്ച എന്നോട്, കൊച്ചു കള്ള, നീ വേണ്ടാത്തടത്തൊന്നും നോക്കണ്ട കേട്ടോ എന്നോട് ചിരിച്ചുകൊണ്ട് പറയും. അത് കേൾക്കുമ്പോൾ ഞാനൊരു ചമ്മിയ ചിരിയിരിക്കും. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു മൊഞ്ചത്തിപ്പെണ്ണിനെ ഇവിടെ കെട്ടിയിട്ടേച്ച് കുവൈറ്റിൽ പോയി കിടക്കുന്ന ബാപ്പിച്ചായെ എന്താ പറയുക? ചിലപ്പോ എനിക്ക് ബാപ്പിച്ചായുടെ അസൂയ തോന്നും.
ബാപ്പിച്ചായ്ക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ലെന്ന് പറയുന്നതാ ശരി. ബാപ്പിച്ചായ്ക്ക് പണം ഉണ്ടാക്കണം എന്ന ഒറ്റ ചിന്തയേ ഉള്ളൂ. പാവ ഉമ്മിച്ച എന്ത് ചെയ്യാനാണ്? ഈ പ്രായത്തിൽ ഇതൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിൽ പിന്നെ വയസ്സ് എന്നതിന് ശേഷം എന്തെടുക്കാനാ? അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഉമ്മിച്ചായ്ക്ക് എന്റെ പ്രായത്തിലുള്ള ആൺപിള്ളാരെയൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്ത ഇളക്കം. എനിക്ക് തോന്നുന്നത് ഉമ്മിച്ചായ്ക്ക് ഞാൻ അറിയാതെ ആരെങ്കിലുമായി ചുറ്റിക്കളി ഉണ്ടോന്നാ. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതുവരെയും അതേപ്പറ്റിയൊന്നും ഉമ്മിച്ചായോട് ചോദിച്ചിട്ടില്ല. അല്ലേലും ഉമ്മിച്ചായെ പോലൊരു മൊഞ്ചത്തിയെ കിട്ടിയാൽ ആരാണ് വിടുന്നത്? പക്ഷെ എന്തോ എനിക്കതൊക്കെ വലിയ ഇഷ്ടമാണ്. എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. ഉമ്മിച്ചായും ഒരു പെണ്ണല്ലേ? ഉമ്മിച്ചായ്ക്കും വികാരവും വിചാരവും ഒക്കെ കാണുമല്ലോ. ഉമ്മിച്ചായുടെ സന്തോഷമാണ് എന്റെയും സന്തോഷം. അങ്ങനെ ഉമ്മിച്ച പറഞ്ഞു തന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു. ഒരു വലിയ ഓഡിറ്റോറിയം ആയിരുന്നു. പുറത്ത് അവിടെ ഇവിടെയായി കുറച്ചുപേർ നിൽക്കുന്നുണ്ട്. അവർ ഉമ്മിച്ചായെ കണ്ട് ചിരിച്ചു. ഞാനും ഉമ്മിച്ചായും കൂടി അങ്ങോട്ടേക്ക് നടന്നു. ഉമ്മിച്ച അവരുമായി സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോൾ പലരും വന്ന്, ചിലരൊക്കെ കാറിൽ മക്കളുമൊക്കെയായി, ചിലർ ഒറ്റയ്ക്കും. അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് മാറി ഒറ്റയ്ക്ക് നിന്നു. ഉമ്മിച്ച എല്ലാവരുമായി ചെങ്ങാത്തം കൂടി ചിരിച്ചു കളിച്ചങ്ങനെ നിൽക്കുവാണ്. ഞാൻ മാറി ഒരു തൂണിൽ ചാരി നിൽക്കുമ്പോൾ എന്റെ അടുത്തേക്ക് ഒരാൾ വന്നു. എന്നെ നോക്കിക്കൊണ്ട് ഒന്ന് ചിരിച്ചു. ഞാനും ചിരിച്ചു. അവൻ സ്വയം പരിചയപ്പെടുത്തി. എന്റെ പേര് മനു. ഞാൻ എന്റെ അമ്മയുടെ കൂടെ വന്നതാണ്. അതും പറഞ്ഞ് ഞങ്ങൾ പരസ്പരം പരിചയക്കാരായി. മനുവും എന്റെ അതേ പ്രായമാണ്. പക്ഷെ അവൻ MBBS-നാണ് പഠിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ സംസാരിച്ചു. അപ്പോഴേക്കും എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് കയറിയിരുന്നു. ഞാനും മനുവും ഏറ്റവും ബാക്കിൽ പോയിരുന്നു. എന്നെ അവൻ അവന്റെ അമ്മയെ കാണിച്ചു തന്നു. കൂടെ ഒരാളും ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, അതാരാണടാ? പെട്ടെന്ന് അവന്റെ മറുപടി കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അത് അമ്മയുടെ കാമുകനാണ്. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അവനെ അടിമുടിയൊന്ന് നോക്കി. അപ്പോൾ നിന്റെ അച്ഛൻ എവിടാ? എന്റെ അച്ഛൻ UK-യിലാണ്. ആയിരിക്കുന്ന ആൾ നമ്മുടെ രണ്ടുപേരുടെയും അമ്മമാരുടെ കൂടെ പഠിച്ചതാണ്, അവൻ പറഞ്ഞു. അങ്ങേര് മിക്കവാറും ഞങ്ങളുടെ വീട്ടിൽ വരികയുമൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതൊക്കെ സർവ്വസാധാരണയല്ലേ? അപ്പോൾ അവൻ പറഞ്ഞു, അവർ ആനന്ദിക്കട്ടെന്ന്. എന്റെ അച്ഛൻ അമ്മയേക്കാൾ താല്പര്യം പണത്തോടാണ്. പിന്നെ അമ്മ എന്തോ ചെയ്യും? അവരും ഒരു സ്ത്രീയല്ലേ? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനും അവനെ നോക്കിക്കൊണ്ടൊന്ന് പുഞ്ചിരിച്ചു. ചെണ്ട വന്ന് മദ്ദളത്തോട് കഥ പറയുന്നു. എന്റെ വീട്ടിൽ അവസ്ഥയും ഇത് തന്നെയല്ലേ? ഞാൻ ആലോചിച്ചു. എടാ, ഇവർ ഇവിടെ ഒത്തുകൂടിയത് തന്നെ എന്തിനാണെന്ന് നിനക്കറിയാമോ? അവൻ എന്നോട് ചോദിച്ചു. ഞാൻ അവനെ ഒന്ന് നോക്കി. എടാ ചെറുക്കാ, ഇവർക്ക് പഴയ ചില ചുറ്റിക്കളിയൊക്കെ ഉണ്ട്. ആണോ? അപ്പോ നിന്റെ അമ്മയും ആയിരിക്കുന്ന പുള്ളിയും കൂടുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു. പിന്നെ എത്ര വട്ടം ഞാൻ കണ്ടേക്കുന്നു. അവൻ ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. ആ പുള്ളിക്ക് ഭാര്യയും മക്കളും ഒന്നുമില്ലേ? വീണ്ടും എന്റെ ചോദ്യം. പിന്നെ ഉണ്ടുണ്ട്, ഭാര്യയും 3 മക്കളും ഉണ്ട് അങ്ങേർക്ക്. പക്ഷെ അങ്ങേർക്ക് എന്റെ അമ്മ ഒരു വീക്ക്നെസ് ആണ്, അവൻ പറഞ്ഞു. അവന്റെ അമ്മയുടെ അടുത്തായിട്ടാണ് എന്റെ ഉമ്മിച്ചായിരിക്കുന്നത്. അത് കണ്ടിട്ട് അവൻ പറഞ്ഞു, ദോണ്ടടാ, എന്റെ അമ്മയുടെ അടുത്തിരിക്കുന്ന ആ തലയിൽ കൂടി ഷാളിട്ടേക്ക് നിത്തായെ കണ്ടോ? ഞാൻ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി ചോദിച്ചു, എന്താ? ആ ഇത്തായെ കുറച്ചു മുൻപ് ഒരു ചേട്ടൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി എന്തൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. ദോണ്ടെ, ഒരു പച്ച ഷർട്ടിട്ട് ചേട്ടൻ ഇരിക്കുന്നത് കണ്ടോ? അതാ ആ ഇത്തായുടെ ആള്. സത്യം പറഞ്ഞാൽ അത് കേട്ട് ഞാൻ ഒന്നും മിണ്ടാതെ അസ്തപ്രജ്ഞനായി ഇരുന്നു പോയി. ഞാൻ ആ പച്ച ഷർട്ടുകാരനെ ഒന്ന് നോക്കി. കൊള്ളാം, നല്ല കട്ട തടിയുള്ള ഒരു മനുഷ്യൻ. അയാൾ കുറച്ചു മുമ്പേ കാറിൽ വന്നിറങ്ങുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഉമ്മിച്ചായുടെ അടുത്ത് നിന്ന് ഓരോന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ചിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു. ഞാൻ മനുവിനെ ഒന്ന് നോക്കി. അപ്പോൾ അവൻ പറഞ്ഞു, ഡാ റിയാസെ, നീ നോക്കിക്കോ, ആ ഇത്തായെ അയാൾ മിക്കവാറും കൊണ്ടുപോകും. എന്റെ ഉമ്മിച്ചായാണതെന്ന് അവൻ അറിയാൻ വയ്യാതെയാണ് ഈ പറയുന്നതൊക്കെ. ഞാൻ ഉമ്മിച്ചായി ഒന്ന് നോക്കി. ഉമ്മിച്ചായും ആ പച്ച ഷർട്ടുകാരനും എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ചിലയിടത്ത് ആണുങ്ങൾ മാത്രം കൂടി നിന്ന് സംസാരിക്കുന്നു. ചിലയിടത്ത് പെണ്ണുങ്ങൾ മാത്രം എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നു. ചിലരാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ മൊബൈൽ നോക്കിയിരിക്കുന്നു. പെട്ടെന്ന് മനു എന്നോട് പറഞ്ഞു, ദോണ്ടടാ, ആ ഇത്തായി ഒന്ന് നോക്കിയേ. ആ പച്ച ഷർട്ടുകാരൻ എല്ലാം ഓക്കെ ആക്കിയെന്ന് തോന്നുന്നു. അവരുടെ ആ സംസാരവും ചിരിയും കണ്ടോ?
ഞാനൊന്നും മിണ്ടാതെ ഒന്ന് മൂളുക മാത്രം ചെയ്തു. അവൻ വീണ്ടും ഉമ്മിച്ചയെക്കുറിച്ച് പറയാൻ തുടങ്ങി. എന്തുവാടാ ആ ഇത്ത, കാണാൻ നല്ല ഐശ്വര്യമുണ്ടില്ലേ? ആ ബാക്കൊക്കെ കണ്ടില്ലേ? എനിക്ക് തന്നെ വല്ലാതെയാകുന്നു അത് കണ്ടിട്ട്. അങ്ങനെ ഉമ്മിച്ചയെക്കുറിച്ച് അവൻ ഓരോന്ന് വർണ്ണിച്ചുകൊണ്ടിരുന്നു. ഇവനാള് കൊള്ളാമല്ലോ, ഇവനൊരു ഞരമ്പാണെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും ഞാൻ ഒന്നും മിണ്ടിയില്ല. സ്റ്റേജിൽ ഓരോ കലാപരിപാടികൾ അരങ്ങേറിക്കൊണ്ടിരുന്നു. ആൾക്കാരെല്ലാം അതിൽ മുഴുകിയിരിക്കുകയാണ്. ആ സമയത്താണ് ഉമ്മിച്ചായും ആ പച്ച ഷർട്ടുകാരനും കൂടി എഴുന്നേറ്റ് ഒരു സൈഡിലേക്ക് മാറി നിന്നത്. സ്വല്പം കഴിഞ്ഞു നോക്കിയപ്പോൾ രണ്ടുപേരെയും കാണാനില്ല. എനിക്ക് കാര്യം മനസ്സിലായി. അങ്ങനെയെങ്കിലും എന്റെ ഉമ്മിച്ചായുടെ ഭാരം ഒന്ന് ഇറക്കി വെക്കട്ടെ, ഞാൻ കരുതി. ഞാൻ മനുവിനെ ഒന്ന് നോക്കി. അവൻ എല്ലാം വിട്ട് സ്റ്റേജിലെ പരിപാടി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.